ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വീഡിയോ മാത്രമല്ല കേട്ടോ, കുട്ടി കുട്ടി വ്ളോഗ് ഇതിലിടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മോൻ്റെ എഴുത്തിനിരുത്തിയ ദിവസത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ അത്. അപ്പം അവനാണെങ്കിൽ എന്താ പറയുക, അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. മുണ്ടൊക്കെ ഉടുപ്പിച്ചതാണ് കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അമ്പലത്തിൻ്റെ ചുറ്റും ഓടി കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ആ മോനെ പിടിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ പുള്ളിക്കാരി കുറേ ദിവസമായി പറയുന്നുണ്ടായിരുന്നു പപ്പയെ കൊണ്ട് എഴുത്തിനിരുത്തിക്കണം. എൻ്റെ പപ്പ ഒരു അധ്യാപകനായിരുന്നു. എനിക്കങ്ങനെ ഇന്നാളെഴുതണം അങ്ങനെയൊന്നുമില്ല, അവൻ പഠിക്കുന്ന പോലെ ഇരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഏട്ടൻ്റെയും അപ്പം അമ്പലത്തിൽ എഴുതിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം ഫസ്റ്റ്. പിന്നെ അപ്പോൾ അത് അതേപോലെ തന്നെ ആവുകയും ചെയ്തു. പപ്പയ്ക്ക് ഷർട്ടൂരാൻ മടിയായ, ശിവൻ്റെ അമ്പലത്തിലാണ് ഷർട്ടൂരാൻ മടിയായ കാരണം അതാ പുറത്ത് നിൽക്കണം. അപ്പോൾ പുള്ളി ആ സമയത്ത് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം എഴുതിപ്പിക്കാൻ. അപ്പം ഷർട്ടൂരാൻ പുള്ളിക്ക് മടിയും. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ടീച്ചറുണ്ടായിരുന്നു. അപ്പോൾ അവർ കുട്ടീനെ എഴുതിച്ചു. അപ്പം കുട്ടിയുടെ അമ്മ കയറിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, അമ്മമ്മ കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ അമ്മേനെ കയറ്റി വിട്ടു അതിൻ്റെ ഉള്ളിലേക്ക്, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എഴുതിക്കാൻ. അങ്ങനെ അവനെ എഴുത്തിനൊക്കെ എത്തിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവനെന്തോ അവൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ മോൻ്റെ കൈയൊക്കെ പിടിച്ച് ഇടയ്ക്ക് ചിത്രമൊക്കെ വരപ്പിക്കാമല്ലോ എന്ന്. കാരണം അവനിങ്ങനെ എപ്പോഴും കോരി വരയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, കൈ പിടിച്ചിട്ട് വരച്ച് കൊടുത്താലോ, കൈ പിടിച്ചിട്ട് എഴുതി കൊടുത്താലോ. നിങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനെ? എനിക്കിങ്ങനെ തോന്നാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് മോനെ എഴുത്തിനൊക്കെ ഇരുത്തി. അന്നത്തെ ദിവസം ഫുൾ ഹാപ്പി ആയിരുന്നു ചോദിച്ചാൽ മോനെ എഴുത്തിനിരുത്തിയതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പം സ്വർണ്ണമോതിരം വെച്ചിട്ട് നാവിലിങ്ങനെ എഴുതുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പം നിങ്ങളൊക്കെ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാനും അങ്ങനെ വീട്ടിൽ തന്നെ അമ്മ ബുക്കിൽ ഇങ്ങനെ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ പൂജിച്ചെടുത്ത് വെക്കുക എന്നല്ലാതെ. പക്ഷേ ഈ പൂജ വെപ്പിൻ്റെ അന്നായിരിക്കും എനിക്ക് പൂജ വെച്ചത് ഓർമ്മയിലായിട്ട് ബുക്ക് വായിക്കാനും എഴുതാനൊക്കെ ഭയങ്കര ആഗ്രഹം വരും. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതര സ്വഭാവം ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് മിഠായിയൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മിഠായി അതിങ്ങനെ പൊളിച്ച് കഴിക്കുക എന്നുള്ളത്, ആര് പൊളിച്ച് തരും എന്നുള്ളത് ഇങ്ങനെ അടവെടുത്ത് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ വീടെത്തിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, പപ്പയുടെ ആഗ്രഹമല്ലേ എന്ന് ഓർത്തിട്ട്, വയസ്സായവരല്ലേ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു അവനെ ഒന്ന് എഴുതിച്ചോളൂ വിളക്ക് വെച്ചിട്ട്. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയി എഴുതിക്കാൻ പറഞ്ഞപ്പോൾ. പുള്ളി വേഗം അവനെ എടുത്ത് വെച്ച് അവനെ എഴുതിക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവനെ പേനയും കൊണ്ട് ഹരിശ്രീ ഗണപതായി നമ എന്ന് എഴുതിച്ചു. അതൊക്കെ ഒരു അനുഗ്രഹമല്ലേ കുട്ടിക്ക് ഇരുന്നോട്ടെ എന്ന് ഞാൻ ഓർത്തു. അപ്പം അതായിരുന്നു എൻ്റെ അന്നത്തെ വിശേഷം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒരു പുതിയ ചാനലായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ബൈ ഓൾ, ടാറ്റ.